ഫ്ലിപ്കാർട്ടിലെ ബിഗ് എൻഡ് ഓഫ് സീസൺ സെയിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് രാത്രി 12 മണി മുതൽ. അതായത് ജൂൺ 1 മുതൽ 8 വരെ ഇനി ഒരു ഓഫറിന്റെ കാലമാണ്. അപ് ടു 60 to 80% നമുക്ക് ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ മേടിക്കാന്നാണ് ഫ്ലിപ്കാർട്ട് ഇതുവരെ അങ്ങോട്ട് പറയണത്. എന്തായാലും ഓൾറെഡി നമ്മുടെ മിന്ത്രയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ദ എൻഡ് ഓഫ് റീസൺ സെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ആക്ച്വലി ഫ്ലിപ്കാർട്ട് മിന്ത്ര മേടിച്ചതിന് ശേഷമാണ് ഫ്ലിപ്കാർട്ടിൽ ഇതുപോലൊരു ഓഫർ സെയിൽ വന്നത്. അതുവരെ അങ്ങോട്ട് ഭയങ്കര വലിയ രീതിക്ക് ഇല്ലായിരുന്നു, എന്നാൽ പോലും ഉണ്ട് കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു എൻഡ് ഓഫ് സീസൺ സെയിലിന്റെ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇതിനകത്ത് നമ്മുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന് ഓഫർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് അടുത്ത ദിവസം ഈ ഒരു എൻഡ് ഓഫ് സീസൺ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് ശേഷം ചെയ്യാം. എന്തായാലും ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം കാണാൻ പോകുന്നത് നമ്മുടെ മിന്ത്രയിലുള്ള എൻഡ് ഓഫ് റീസൺ സെയിലിൽ നമുക്ക് വാങ്ങിച്ച ബൈങ് ആകുന്ന കുറച്ച് TWS വിശേഷങ്ങളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുവാണെങ്കിൽ എയർലി ബാഡ് ഡീൽസ് ഉണ്ട്. അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നൈക്കിയുടെ ഷൂസ്, ബാഗ്, പാൻറ്റ്, ടീഷർട്ടൊക്കെയാണ് കേട്ടോ. അത് ഉറപ്പായിട്ടും വളരെ ലാഭകരമായിട്ട് വാങ്ങിക്കാൻ സാധിക്കുമായിരിക്കും. എന്തായാലും ഡ്രസ്സിൻ്റെത് അങ്ങനെയുള്ള സാധനങ്ങൾ, ഇപ്പോൾ ഷൂസ് അതുപോലുള്ള ഓഫേഴ്സ് നമ്മുടെ ഈ ഒരു ചാനലിൽ ചെയ്യണോ അതല്ല നമ്മുടെ സെക്കൻഡ് ചാനലിൽ ചെയ്യണോ അത് കമൻ്റ് ആയിട്ടുണ്ട്. കാരണം എന്തായാലും ഈ ഒരു പ്രോഡക്റ്റുകളുടെ ഓഫേഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ബേസിക് ആയിട്ട് എല്ലാം പറയത്തില്ല, എന്നാലും ബേസിക് ആയിട്ട് അത്യാവശ്യം റേറ്റിംഗ് ഉള്ള ഷൂസ്, ഡ്രസ്സുകളൊക്കെ പറയുന്നുണ്ട്. സോ നിങ്ങളുടെ ഒരു അഭിപ്രായം അത് ഈ വീഡിയോയിൽ ചെയ്യണോ അതല്ല നമ്മുടെ സെക്കൻഡ് ചാനലിൽ ചെയ്യണോ എന്നുള്ളത് കമൻ്റ് ആയിട്ട് ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിനകത്ത് മിഡ് നൈറ്റ് റഷ് ഉണ്ട്, ജാക്ക് പോട്ട് വീഡിയോ ഡീൽസ് ഉണ്ട്, ലേഡീസ് നൈറ്റ് ഉണ്ട്, ടൈം ബോംബ് ഡീൽസ് ഉണ്ട്, ഡീൽസ് ഓഫ് ദ ഡേ ഉണ്ട്, അതുപോലെ തന്നെ ടോപ്പ് 5 ഡീൽസ്. ഇങ്ങനെയൊക്കെ തന്നെ ഉറപ്പായിട്ട് നമുക്ക് നാളെ മുതൽ കാണാൻ സാധിക്കും. കൂടാതെ ടോപ്പ് സ്പെൻഡർ ഓഫ് ദ സെയിൽ, അതായത് നമ്മളെ ഏറ്റവും കൂടുതലായിട്ട് മേടിക്കുന്ന ആൾക്ക് iPhone 15 ആണ് ആദ്യം കിട്ടുന്നത്. കൂടാതെ രണ്ടാമത് വാങ്ങിക്കുന്ന ആൾക്ക് 40 ഇഞ്ചിന്റെ സ്മാർട്ട് TV, മൂന്നാമത് വാങ്ങിക്കുന്ന ആൾക്ക് എയർ കണ്ടീഷണർ കിട്ടുന്നതാണ്. ഇതൊക്കെ തന്നെ ഉറപ്പായിട്ടും 50,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് തുണികൾ മേടിക്കുന്ന ടോപ്പ് സ്പൈസ് സ്പെൻഡേഴ്സിന് ബോട്ടിന്റെ സ്പീക്കർ കിട്ടും കേട്ടോ. അവിടെയും നമ്മൾ മിനിമം 20,000 രൂപ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് 1200 ആണ് കേട്ടോ. 3,990 എന്നാണ് നോർമൽ റേറ്റ്. നമ്മൾ ഈ ഒരു ബോട്ട് 1200 മേടിക്കാനായിട്ട് 20,000 രൂപ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ. പിന്നെ എന്താ പറയുക, നമ്മൾ ഡ്രസ്സൊക്കെ മേടിക്കണം, 20,000 രൂപയ്ക്ക് അകത്ത് മേടിക്കണം, അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് മേടിക്കണം എന്നൊരു സംഭവമുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചിട്ട് വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ആവശ്യമില്ല. കൂടാതെ സ്മാർട്ട് വാച്ച്, സ്പീക്കേഴ്സ്, പിന്നെ ട്രാവൽ ബാഗ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ പല കാറ്റഗറിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെ ഞാൻ വീണ്ടും പറയണത്, നമുക്ക് എന്താ പറയുക, ജസ്റ്റ് കിട്ടുന്നതെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ ഇതിന് വേണ്ടി മാത്രം നമ്മൾ വാങ്ങിച്ചാൽ ഒരു ഉപയോഗമില്ല. പിന്നെ ഓക്കെ, iPhone 15 നമുക്ക് കിട്ടുവാണെങ്കിൽ നല്ലത് തന്നെയാണ്, അതിൽ വേറൊരു സംശയമില്ല. പിന്നെ കുറച്ച് നമ്മുടെ എത്ര പെർസെൻറ്റേജ്, എല്ലാത്തിലും ഒരു 60 to 80% ഡ്രസ്സുകൾക്ക് ഓഫർ ഉണ്ടെന്ന് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ അപ് ടു 75% സ്മാർട്ട് ഗാഡ്ജറ്റ്സിന് കാണിക്കുന്നുണ്ട്. അവിടെ നമ്മൾ നോക്കുവാണെങ്കിലും നമ്മുടെ റിയൽമി ബഡ്സ് T110 ഓഫർ ആയിട്ടുണ്ട് കേട്ടോ. 1,290 നമുക്ക് വാങ്ങിക്കാം. നോർമൽ റേറ്റ് എന്ന് പറഞ്ഞത് 1,490 ആണ്. കൂടാതെ നത്തിങ് ഇയർ A 6,990 ഇപ്പോൾ ഈ ഒരു ഓഫർ റേറ്റ്. സെയിൽ ഈസ് ലൈവ് ആണ്. എന്നാൽ അതിൻ്റെ നോർമൽ റേറ്റ് 7,990 സംതിങ് ആണ്. പക്ഷേ കുറച്ച് നാളായിട്ട് ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വില 6,990 ആണ്. പക്ഷേ T110 1,490 തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഓക്കെ, അത്യാവശ്യം നല്ല ഓഫർ ഉണ്ട് 1,290 രൂപയ്ക്ക്. എന്തായാലും T100 ഇപ്പോൾ ഉണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ആഗ്രഹമുണ്ട് ഇതിൻ്റെ റേറ്റ് എത്രയായിരിക്കും എന്നുള്ള അറിയാനായിട്ട്. നോർമലി T100 ആണ് 1,290 രൂപ വരെയുള്ളത്. സോ ഉറപ്പായിട്ടും T110, അതായത് T100ൻ്റെ അപ്ഗ്രേഡ് വേർഷൻ 1,200 വന്നതുകൊണ്ട് തന്നെ T100ന് വില കുറയാൻ ചാൻസ് ഉണ്ട്. എത്രയായിരിക്കും ആ ഒരു T100ന്റെ വില കുറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ആയാലുണ്ടോ? ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമന്റ് ആയിട്ടാണ്. ഞാൻ പറയുന്നത് ഒരു 1,100 ആയിരിക്കും മിക്കവാറും ആ ഒരു പ്രോഡക്റ്റിന് റേറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ 1,290. ഇനി അതും അല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രോഡക്റ്റ് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും കേട്ടോ. പിന്നെ ടോപ്പ് ബ്രാൻഡ്സ് ഓൺ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബ്രാൻഡുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോപ്പ് ബൈ കാറ്റഗറിയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ അവരിങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്നലെ ഒരു ഓൾറെഡി സെയിൽസ് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സാംസങ് ഗാലക്സി S22 34,990 കിട്ടും. 36 അങ്ങനെ സംതിങ് ആണ് അതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. സ്മാർട്ട് ഫോണും ഇവിടെ വില കുറയാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റൈലിഷ് ഹെഡ്ഫോൺസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോയ്സിന്റെ ബഡ്സ് പോപ്പ് ഉണ്ടല്ലോ, അതിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഒരു X99 കൊടുത്തിട്ടുണ്ട്. 1,390 നോർമൽ റേറ്റ്. എന്നാൽ ഇത് നമുക്ക് സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ 990 കിട്ടിയാൽ മേ ബി അത് നമുക്ക് ആ ഒരു 990 കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഗാഡ്ജറ്റ്സുകൾക്ക് കുറച്ച് അത്യാവശ്യം ഓഫർ ഉണ്ടെന്നാണ് അവർ ഇതുവരെ അങ്ങോട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഉറപ്പായിട്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, അതായത് ഇന്ന് രാത്രി 12 മണിയോട് കൂടി നമുക്കിത് അറിയാൻ പറ്റും. ബിഗ് എൻഡ് ഓഫ് സീസൺ സെയിലിൽ നമുക്ക് വല്ല ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ എന്നുള്ളത്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ബിഗ് എൻഡ് ഓഫ് സീസൺ സെയിലിനെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും ബ്രാൻഡഡ് ഐറ്റംസ് മേടിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലാഭത്തോട് കൂടിയിട്ട് നിങ്ങൾ ഡ്രസ്സുകൾ, അതുപോലെ തന്നെ ചെരുപ്പുകൾ, ബാഗുകൾ, അങ്ങനെയുള്ള എല്ലാം തന്നെ കിട്ടുന്നതാണ്. സോ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇന്ന് രാത്രി 12 മണി വരെ. ഇതായാലും ആ മിന്ത്രയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും, പിന്നെ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.